ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ തൊട്ട് ഭയങ്കരമായിട്ട് ഒരു സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ച് ഫേക്കായിട്ട് ഒരു ന്യൂസാണെന്ന് വിചാരിച്ച ഒരു കാര്യമാണ് ജഗതി ശ്രീകുമാർ പിന്നെ അഭിനയിക്കാൻ വരുന്നു എന്നൊരു കാര്യം. ഇത് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഫേക്കാണ്. ആദ്യമേ ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു. ആ സമയത്തും പറഞ്ഞത് ഫേക്കാണിത്, ആണ് ഇറക്കി വിട്ടതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയോ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ പോലും രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഇത് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹം തന്നെ പുതിയതായിട്ട് അഭിനയിക്കുന്ന വാല എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ പ്രൊമോഷൻ്റെ അതുപോലത്തെ ഉള്ള ഒരു പോസ്റ്റർ പോലെ ഇറക്കിയതാണ്. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും സന്തോഷമൊക്കെ തോന്നിയെങ്കിൽ പോലും കുറേ പേരുണ്ട് ഇതിൽ സന്തോഷപ്പെടാത്ത കുറേ പേര്. ഞാൻ ഇന്നലെ ഈ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ പോലെ ഇറക്കിയതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒരു കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന മനുഷ്യനോട് ഇത്രമാത്രം വിരോധമുള്ള ആൾക്കാരോ എന്ന് എനിക്ക് തോന്നിപ്പോകും. കാരണം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ മൊത്തം ഇദ്ദേഹത്തിനെതിരെ ഉള്ള ഹേറ്റ് കുറേ അധികം കാണുന്നത്. എന്തിനാണ്, പണത്തിനോടുള്ള ആർത്തിയാണോ, അങ്ങനെ ഇങ്ങനെ എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പോലും ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാരെ ഞാൻ ആ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇതേ കണക്ക് ആക്സിഡൻറ്റ് വന്നതെന്നുള്ള കാര്യം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായാലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ പറ്റി കുറ്റങ്ങൾ പറയാനും കാശിനുള്ള ആർത്തി കൊണ്ടല്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഏത് രീതിയിലൊക്കെ കുറ്റം പറയാൻ പറ്റുമോ ആ രീതിയിലെല്ലാം കുറ്റം പറഞ്ഞേക്കുവാണ് ഇവർ. ഒരു വയ്യാതിരിക്കുന്ന മനുഷ്യനെന്ന ബോധം പോലും ഇപ്പോൾ ഉള്ളവർക്കില്ലേ? ഒരു മനുഷ്യനെന്ന പരിഗണനയെങ്കിലും കൊടുക്കണം. നമ്മളിപ്പം ഒരു വയ്യാതിരിക്കുന്ന വ്യക്തിയാണ്, കുറ്റം പറയാതെ, ഇപ്പം നിങ്ങളെക്കൊണ്ട് നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറ്റം പറയാതെങ്കിലും ഇരിക്കണം. അത്രയെങ്കിലും ചെയ്യാൻ പറ്റണമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ ഒരു കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള ചിന്താഗതി ഉള്ളവരാണോ നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം നമുക്കത് ഈ വരുന്ന കുറേ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്തൊക്കെ ഓരോ വാർത്തയിലൊക്കെ കമൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ, അതുപോലെ തന്നെ ഡിസേബിൾ ആയിട്ടുള്ളവരെ എല്ലാം കുറേ പുച്ഛിക്കുന്ന രീതിയൊക്കെ കുറേ കമൻസും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് പിന്നെയും ഇവർ തെളിയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ. മനുഷ്യനെ കൊണ്ട് നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ ചീത്ത പറയാതിരിക്കുക. നിങ്ങൾക്ക് ഒന്നും പറയാൻ നല്ലതായിട്ടൊന്നും പറയാനില്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയാതിരിക്കുക. കാരണം അദ്ദേഹം ഒട്ടും വയ്യാതിരിക്കുന്ന, ഒരു ആക്സിഡൻറ്റിന് ശേഷം വയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനത്തുള്ള കമൻറ്റ് ഇടുമ്പോഴത്തേന് എന്തുമാത്രം വിഷമം ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും എന്തുമാത്രം വിഷമം ഉണ്ടാവും നിങ്ങൾക്ക് വിചാരിക്കണം. അല്പം മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു കാര്യം അതെപ്പോഴും എല്ലാവർക്കും ഏതൊരു കാലത്തും ഉണ്ടാവേണ്ടതാണ്. ആരെയും സഹായിച്ചില്ലെങ്കിൽ പോലും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു മെയിൻ കാര്യമാണ് ചെയ്യേണ്ടത്. ഇതാണെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തും പറയാം. കാരണം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നൊരു വിചാരത്തിൽ എന്ത് കമൻറ്റ് ബോക്സിൽ പോയിരുന്ന കമൻ്റായിട്ട് ഫേക്ക് അക്കൗണ്ട് വന്ന് ചെയ്യാന്നൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണ്. മാക്സിമം നിങ്ങളുടെ മനസ്സിന് ശരിയാണോ എന്ന് ചിന്തിക്കുക. അത് മാത്രം എപ്പോഴും ചിന്തിക്കുക. ഇത് കേട്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ള കാര്യം? നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിലായിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.